ക്രൈസ്തവ ജീവിതത്തിൽ നമ്മൾ ധാരാളം അനുഷ്ഠാനങ്ങൾ നടത്തുന്നുണ്ട്. അനുഷ്ഠാനങ്ങൾ എന്തിനു വേണ്ടിയാണ്? അത് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അനുഷ്ഠാനങ്ങൾക്കെല്ലാം ഒരാന്തരിക അർത്ഥമുണ്ട്. ആ അർത്ഥം ചോർന്നു പോയി കഴിയുമ്പോൾ അനുഷ്ഠാനങ്ങൾ കേവലം അനുഷ്ഠാനങ്ങളായി നിലകൊള്ളുന്നു. അർത്ഥമില്ലാത്ത കാര്യങ്ങളായിട്ട് അവ നിലകൊള്ളുന്നു. ഇന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിന്ന് ചില വാചകങ്ങളെപ്പറ്റി പരിചിന്തനം ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 8-ാം വാക്യം, അതിന് മുമ്പത്തെ വാക്യപ്രകാരമാണ് 7-ാം വാക്യം. ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ തൻ്റെ അടുത്തേക്ക് വന്നിരുന്ന ജനക്കൂട്ടങ്ങളോട് അവൻ ചോദിച്ചു, അണലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. ഞങ്ങൾക്ക് പിതാവായ അബ്രാഹമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട. കാരണം ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് യോഹന്നാൻ മാംദാന തൻ്റെ അടുത്തേക്ക് ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ വരുന്നവരോട് പറയുന്ന ഈ കാര്യം ശ്രദ്ധിക്കുക. മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. ഞങ്ങൾക്ക് പിതാവായ അബ്രാഹമുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞ് അഭിമാനിക്കേണ്ട. മാനസാന്തരപ്പെടണം എന്ന് പറയുമ്പോൾ നമ്മൾ പറയരുത്, ഞങ്ങൾ ഒരുപാട് നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ ഒരുപാട് പ്രദക്ഷിണങ്ങൾ കുരിശിൻ്റെ വഴികൾ നടത്തുന്നുണ്ടല്ലോ, ഞങ്ങൾ ഒരുപാട് പെരുന്നാളുകൾ ആഘോഷമായി നടത്തുന്നുണ്ടല്ലോ, ഒരുപാട് തീർത്ഥാടനങ്ങൾ നടത്തുന്നില്ലേ? നമ്മുടെ അനുഷ്ഠാനങ്ങളാണ്. അബ്രാഹം ആണ് ഞങ്ങളുടെ പിതാവ് എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന ഒരു ജനതയെപ്പോലെ നമ്മളും പറയുകയാണ്. അബ്രാഹമാണ് ഞങ്ങളുടെ പിതാവ് എന്ന് ഇസ്രായേൽ ജനം എന്താണ് പറയുന്നത്? അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ദൈവത്തെ പ്രത്യേകമായിട്ട് ദൈവം പ്രത്യേകമായിട്ട് അബ്രാഹത്തെ വിളിച്ച് തിരഞ്ഞെടുത്തതാണ്. അങ്ങനെ പോകുന്ന ആ അബ്രാഹത്തിൻ്റെ മക്കളാണ് ഞങ്ങൾ. അതുകൊണ്ട് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞങ്ങൾ. ഞങ്ങൾക്കൊന്നിനും കുറവുണ്ടാവില്ല. ഞങ്ങളുടെ തിന്മകളൊക്കെ ഉണ്ട്, അതൊന്നും പ്രശ്നമല്ല. ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തതായതുകൊണ്ട്, അബ്രാഹത്തിൻ്റെ മക്കളാക്കിയതുകൊണ്ട് ഞങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ഞങ്ങളൊരു കാലത്തും നശിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല, ഞങ്ങളെങ്ങനെ നടന്നാലും. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? ഈശോയോട് തെരുവിലിരുന്ന് പറഞ്ഞ കുട്ടികളുടെ കാര്യം പോലെ തന്നെ, ഞങ്ങൾ തെരുവിൽ നിനക്ക് വേണ്ടി പാട്ടുപാടിയില്ലേ, നൃത്തം ചെയ്തില്ലേ, കുഴലൂതിയില്ലേ? അന്ത്യവിധിയുടെ സമയത്ത് ചോദിക്കുന്ന ചോദ്യം, ഞാൻ നിങ്ങളെ അറിയുകയില്ല. നമ്മൾ ഒരുപാട് അനുഷ്ഠാനങ്ങൾ നടത്തിയിട്ടുണ്ടാകും. അപ്പോഴൊക്കെ ദൈവം പറയുന്നത്, ഞാൻ നിങ്ങളെ അറിയില്ല. നിങ്ങൾക്ക് വേണ്ടി കുറേ കാര്യങ്ങളിങ്ങനെ ചെയ്തു കാണും. നമ്മളൊരു പക്ഷേ അമ്പെഴുന്നള്ളിക്കുണ്ടാവാം, അല്ലെങ്കിൽ കിരീടം എഴുന്നള്ളിക്കുന്നുണ്ടാവാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും. പക്ഷേ ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ കർത്താവ് നമ്മളോട് പറയുന്ന ആ അന്ത്യവിധി വാചകം എന്തായിരിക്കും? നിങ്ങളെ ഞാൻ അറിയില്ല. ഇത് നിങ്ങളുടെയൊക്കെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തു. പെരുന്നാളിൽ നമ്മൾ ഒരുപാട് പടക്കം പൊട്ടിക്കാറില്ലേ? പണ്ടൊക്കെയായിരുന്നു വലിയ ഗുണ്ടുകളായിരുന്നു. കെട്ടിടങ്ങൾ പോലും പൊട്ടിത്തെറിക്കുന്ന, ആടി ഉലയുന്ന തരത്തിലുള്ള ഗുണ്ടുകൾ. അതുപോലെ ബാൻഡ് മേളങ്ങളുടെ മത്സരങ്ങൾ, വലിയ സാംസ്കാരിക ഘോഷയാത്രകൾ പോലെയുള്ള പ്രദക്ഷിണങ്ങൾ, പ്രച്ഛന്ന വേഷങ്ങളും പ്ലോട്ടുകളും ടാബ്ലോകളും എല്ലാമുള്ള പ്രദക്ഷിണങ്ങൾ. നമ്മൾ പറയാൻ പോകുന്ന എന്താണ്? ഇതൊക്കെ ഞങ്ങൾ ചെയ്തു. പക്ഷേ ദൈവം പറയും, ഞാൻ നിങ്ങളെ അറിയില്ല. ഇതൊക്കെ നിങ്ങൾ ചെയ്തു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇവിടെ പറയുന്നത് എന്താണ്? അതുകൊണ്ട് എന്നെ അറിയണം, ഞാൻ നിങ്ങളെ അറിയണമെന്നുണ്ടെങ്കിൽ മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. നിങ്ങൾ ഇതിലൂടെയൊക്കെ നേടേണ്ട ഒരു കാര്യം എന്താണ്? അത് മാനസാന്തരമാണ്. നമ്മൾ ക്രിസ്ത്യാനികളായി പിന്നെ അതിങ്ങനെ ഒരു സമുദായമായിട്ട് ജീവിക്കുക, അതിന് കുറേ അനുഷ്ഠാനങ്ങൾ നടത്തുക, അതല്ല. നേരെ മറിച്ച് ഇവിടെയും നിരന്തരമായിട്ടുള്ള
മാനസാന്തരം നടക്കണം. ജ്ഞാനസ്നാനത്തിന് വേണ്ടിയിട്ട് വന്നപ്പോഴാണ് ഈ പറയുന്നത്. ജ്ഞാനസ്നാനം എന്ന് പറയുന്നത് എന്താണ്? അറിവിൽ ഉള്ള കുളിയാണ്. അറിവിൽ ഉള്ള കുളി. എന്തറിവ്? ഏകസത്യമായ ദൈവത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെ അറിയുക. ആ അറിവിലുള്ള കുളി. അതായത് ഇതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്ന് നമ്മൾ അറിഞ്ഞു. ഇനി നമ്മളെന്ത് ചെയ്യണം? അതിനനുസരിച്ചുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കണം. അതിനനുസരിച്ചുള്ള ഫലങ്ങൾ. അപ്പോൾ ആ ഫലങ്ങൾ എന്താണ്? അതിങ്ങനെ കുറേ പ്രദക്ഷിണങ്ങളല്ല, അതിങ്ങനെ കുറേ നൊവേനകളല്ല, കുരിശിൻ്റെ വഴികളുമല്ല. നേരെ മറിച്ച് അത് വീണ്ടും കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ 10-ാം വാക്യമാണ്, ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ അബ്രാഹം ഞങ്ങളുടെ പിതാവാണെന്ന് പറഞ്ഞപ്പോൾ നീ പറഞ്ഞു അതുകൊണ്ടൊന്നൊരു കാര്യമില്ല. ദൈവത്തിന് വേണേൽ ഈ അബ്രാഹത്തിന് കല്ലുകളിൽ നിന്ന് പിള്ളേരെ സൃഷ്ടിക്കാൻ പറ്റും. അതുകൊണ്ട് ആ കാര്യം പറഞ്ഞ് നിങ്ങൾ പൊങ്ങച്ചം പറയരുത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അവർ കാര്യമായിട്ടൊന്നുമില്ല അവർക്ക് പറയാൻ. കുറേ പെരുന്നാളുകളുടെ കാര്യം പറയാനുണ്ട്, കുറേ ബലികളുടെ കാര്യം പറയാനുണ്ട്. 100 ആയിരക്കണക്കിന് ബലികൾ ജെറൂസലം ദേവാലയത്തിൽ അർപ്പിച്ചിരുന്നു. അങ്ങനെയൊക്കെ കുറേ പറയാനുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്താണ്, ദൈവാലയത്തിൻ്റെ ഭംഗിയെക്കുറിച്ചൊക്കെ ശിഷ്യന്മാർ പറയുന്നത്, അത് ഭയങ്കര ദൈവാലയം. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് അവർക്ക് പറയാനുള്ളത്. പക്ഷെ അതൊന്നും അവിടുത്തെ മുമ്പിൽ സാധുവായ കാര്യങ്ങളല്ല. അവർക്ക് ഈ മാനസാന്തരത്തിൻ്റെ ഫലങ്ങളെന്ന് പറയാനായിട്ട്. മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ വീണ്ടും അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അവൻ പറഞ്ഞു, 2 ഉടുപ്പുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ. 2 ഉടുപ്പുള്ളവൻ 1 കൊടുത്താൽ മതി, മുഴുവൻ കൊടുക്കണമെന്ന് ആരും പറയുന്നില്ല. അവനും നിനക്ക് ഓരോ ഉടുപ്പിരിക്കട്ടെ. ഇതിനാണ് നമ്മൾ ഉത്തരം പറയേണ്ടത്. നമ്മുടെയൊക്കെ അലമാരി ഒന്ന് തുറന്ന് നോക്കുക. അതിനകത്ത് എത്ര ഉടുപ്പ് കാണും? ധാരാളം കാണും. ഒരിക്കലും ഇടാത്തത് കാണും, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇട്ടത് കാണും. നമുക്കറിയാം, നമ്മളിന്ന് പല സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ പിന്നെ ഒരിക്കലും ഉപയോഗിക്കാറില്ല. അതങ്ങനെ ഇരിക്കുകയാണ്. അവിടെ 2 ചിലപ്പോൾ 20-40 കാണും. കർത്താവിൻ്റെ ഈ കണക്കനുസരിച്ചാണെങ്കിൽ അതിൻ്റെ പകുതി നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇവിടെ മാനസാന്തരത്തിൻ്റെ അതിന് യോജിച്ച ഫലമെന്ന് പറയുന്നതാണ്. നീ നിൻ്റെ ഉടുപ്പിൽ പകുതി മറ്റുള്ളവർക്ക് കൊടുക്കാൻ മനസ്സ് വരുന്നൊരവസ്ഥ, അതിനെയാണ് മാനസാന്തരമെന്ന് പറയുന്നത്. എനിക്കിതെല്ലാം വേണം എന്ന് നീ പറഞ്ഞു വയ്ക്കുമ്പോൾ അവിടെ നിനക്ക് മാനസാന്തരം വന്നില്ല. നീ ആ പഴയ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. ഈ ഒരു ചിന്തയും വെച്ചുകൊണ്ട് നീ ഒരുപക്ഷെ ഒരു കുരിശും വഹിച്ച് ഏതെങ്കിലും തീർത്ഥാടനത്തിൽ പോകുന്നുണ്ടാവാം. അത് നിൻ്റെ ഒരു മാനസികമായ ഒരു സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ മാത്രമേ ആയിട്ടുള്ളൂ. അത് നിൻ്റെ മാനസാന്തരത്തിൻ്റെ ഫലം എന്ന് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് നീ ആ തീർത്ഥാടനത്തിന് പോയി തിരികെ വരുമ്പോൾ നിൻ്റെ സ്വഭാവത്തിൽ കാതലായ മാറ്റം നിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കാണാൻ പറ്റുമ്പോൾ, അനുഭവിക്കാൻ പറ്റുമ്പോൾ അവിടെ ആ മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങളുണ്ടായി. നിൻ്റെ അയൽവക്കത്ത് ആരെങ്കിലും ഭക്ഷണമില്ലാതെ വിഷമിക്കുന്നുണ്ടെങ്കിൽ, സ്കൂളിൽ കുട്ടികളെ വിടാൻ പണമില്ലാതെ വിഷമിക്കുന്നുണ്ടെങ്കിൽ, നിനക്കുള്ളതിൽ നിന്നൊരു ഓഹരി കൊടുക്കുമ്പോൾ നീ മാനസാന്തരപ്പെട്ടു, മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നുവെന്ന് പറയുവാനായിട്ട് കഴിയും. അല്ലെങ്കിൽ നീ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ടാവും. അബ്രാഹം ഞങ്ങളുടെ പിതാവാണ്, അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടുമെന്ന് പറയുന്ന യഹൂദൻ്റെ ആ മനസ്സിൽ നീ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് പ്രയോജനമില്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ ഭക്ഷണം ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ. എങ്ങനെ തന്നെ? നിനക്ക് 2 നേരം ഭക്ഷണം സമൃദ്ധമാണെങ്കിൽ നീ ആ 2 നേരത്തെ ഒരു അല്പം ഒന്ന് കുറച്ചിട്ട് 1 നേരമെങ്കിലും മറ്റവന് അല്പം വയറ് നിറയാനെങ്കിലും കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ ഉയരും. നമ്മളുടെ സദ്യകൾ എടുത്ത് നോക്കുക. നമുക്ക് ആവശ്യത്തിലും എത്രയോ അധികമായിട്ട് അതിൽ നമ്മൾ പാകം ചെയ്യുന്നുണ്ട്, ചിലപ്പോഴൊക്കെ കളയുന്നുമുണ്ട്. അതിൻ്റെയൊക്കെ സാങ്കത്യം അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ആ ഒരു എന്താണ് നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള പ്രാധാന്യവും അല്ലെങ്കിൽ അതിൻ്റെ പ്രസക്തി ഇല്ലായ്മയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? അത്രയും നമുക്ക് ആവശ്യമുണ്ടോ? കല്യാണമൊക്കെ നടത്തുമ്പോൾ, അല്ലെങ്കിൽ പട്ടം നടത്തുമ്പോൾ, അല്ലെങ്കിൽ വ്രതവാഗ്ദാനം നടത്തുമ്പോൾ ഒക്കെ അതിൻ്റേതായ ഒരു മാനസാന്തരത്തിൻ്റെ ഫലമുണ്ടാകണം. അപ്പോഴാണത്
യഥാർത്ഥത്തിൽ ഒരു ക്രൈസ്തവ വിശ്വാസിയുടേതായി മാറുന്നത്. കല്യാണങ്ങൾ നടക്കുമ്പോൾ, പട്ടങ്ങൾ നടക്കുമ്പോൾ 2, 3 ഒക്കെ ചിലപ്പോൾ ഒന്നിച്ചു വരും. അത് വേണ്ട എന്ന് പറയുന്നവരുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒറ്റയ്ക്ക് വേണം, മാമോദീസ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് വേണം എന്ന് പറഞ്ഞാൽ ഈ മാനസാന്തരം അവിടെ നടന്നിട്ടില്ല എന്നാണ് അർത്ഥം. കേവലം ഒരു ചടങ്ങിന് വേണ്ടി നടത്തുന്നു. ഞങ്ങൾ വലിയ ആളുകളാണ്, അബ്രാഹമാണ് ഞങ്ങളുടെ പിതാവ്, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്ന മാനസാന്തരപ്പെടാത്ത യഹൂദൻ്റെ മനസ്സാണ് അവിടെയുള്ളത്. കർത്താവ് പറയുകയാണ്, അതുകൊണ്ട് ഭക്ഷണം ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ, മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കട്ടെ. അതാണ് മാനസാന്തരത്തിൻ്റെ ഫലം എന്ന് പറയുന്നത്. വീണ്ടും പറയുകയാണ്, ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വന്നു. അവരും അവനോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണം? ആരായി ചുങ്കക്കാരെന്ന് പറയുന്നത്? ചുങ്കം പിരിക്കുന്നവരാണ്. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ തന്നെ അഴിമതിയും അക്രമമൊക്കെ ഉണ്ട്. കൂടുതൽ പിരിക്കും, പറഞ്ഞിട്ടുള്ളതിലും അത് ആ പിരിക്കുന്നവർ പോക്കറ്റിലിടും, അല്ലെങ്കിൽ കൊടുക്കാത്തവനെ തല്ലും, അവനെ പീഡിപ്പിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചുങ്കക്കാർ, യഹൂദന്മാർ, ഇസ്രായേൽക്കാർ വെറുത്തിരുന്ന ഒരു വർഗ്ഗമാണ് ചുങ്കക്കാർ. ഇസ്രായേൽക്കാർ തന്നെയാണ് അവരും. പക്ഷേ അവർ ആരോടാണ് അവർക്ക് കൂറുണ്ടായിരുന്നത്? റോമാ ചക്രവർത്തിയോടും അവരോടും മാത്രം. തങ്ങളുടെ പോക്കറ്റ് നിറയ്ക്കണം, ചക്രവർത്തി തങ്ങൾക്ക് തന്നിട്ടുള്ള ജോലി ചുങ്കം പിരിക്കുക എന്നല്ല, അത് പിരിച്ചു കൊടുക്കുകയും ചെയ്യണം. അതിനപ്പുറത്ത് അവർക്ക് യാതൊരു തരത്തിലുള്ള പ്രതിബദ്ധത ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരും വന്ന് ചോദിക്കുകയാണ്, ഗുരു, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്. 10 രൂപ നികുതി പിരിക്കാനേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ അത് 10 പിരിക്കാവുള്ളൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഈ നാട് എന്തുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്? ഈ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ നമ്മൾ ക്രൈസ്തവർ മാത്രം പുറപ്പെടുവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ നാട് എത്രയോ നന്നാകുമായിരുന്നു. നമ്മുടെ പേര് എത്രയോ ഓഫീസുകളിൽ എത്രയോ പേരുണ്ട്, സർക്കാർ ഓഫീസുകളുണ്ട്, സ്വകാര്യ ഓഫീസുകളിലുണ്ട്. ഇവരെല്ലാം ഈ കർത്താവ് പറഞ്ഞതുപോലെ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുകയാണെങ്കിൽ ഈ നാട് എത്രയോ നന്നാകും. നമ്മളൊന്ന് തീരുമാനിച്ച് നോക്കിയേ, ഞാൻ കൈക്കൂലി വാങ്ങില്ല. സർക്കാർ ഓഫീസുകളിലൊക്കെ ഉള്ളവർ, ഞാൻ കൈക്കൂലി വാങ്ങില്ല, അഴിമതി നടത്തില്ല. നമ്മൾ പത്രങ്ങളെടുത്താൽ, TV ചാനൽ തുറന്നാൽ എന്നും ഇത്തരം വാർത്തകളേ ഉള്ളൂ. ഇതിന് ഈ വാർത്തയിൽ പെടുന്നവർ എല്ലാവരുമുണ്ട്. ക്രിസ്ത്യാനികളായ ധാരാളം പേരുണ്ട്, ക്രിസ്ത്യാനികളുടെ ക്രൈസ്തവമായ നേതൃത്വത്തിലുള്ളവരും ഉണ്ടാകും. ചുരുക്കത്തിൽ ഈ മാനസാന്തരത്തിനുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നമുക്ക് കഴിയാത്തിടത്തോളം കാലം നമ്മുടെ ഈ ക്രൈസ്തവ നിലനിൽപ്പിന് അർത്ഥമില്ല എന്നാണ് കർത്താവ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ മേടിക്കാൻ നടക്കരുത്. നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. ഈ ശമ്പളം ആരുടെ പണമാണ്? അത് സ്വാഭാവികമായിട്ടും ജനം കൊടുക്കുന്ന നികുതിയിൽ നിന്നാണ്. അതുകൊണ്ട് ശമ്പളം വാങ്ങിക്കുന്നവർ ഓർക്കേണ്ടത് എന്താണ്? പ്രത്യേകിച്ച് സർക്കാർ ഓഫീസുകളിലുള്ളവർ, അത് ഈ നാട്ടിലെ ജനത്തിൻ്റെ പണമാണ്. ഈ ജനത്തിന് വേണ്ടി സേവനം ചെയ്യാനാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. അതിനുവേണ്ടി അവരെന്നെ നിയമിച്ചാക്കിയിരിക്കുകയാണ്. സർക്കാരിൻ്റെ നിയമനം കിട്ടിയെന്ന് പറഞ്ഞ അർത്ഥം ഈ ജനത്തിൻ്റെ നിയമനം കിട്ടിയെന്നാണ്. സർക്കാർ ജനത്തിൻ്റെ പ്രതിനിധിയാണല്ലോ. സ്വാഭാവികമായിട്ടും ആ പ്രതിനിധികൾ കൊടുക്കുന്ന നിയമനം എന്ന് പറയുന്നത് ജനത്തിൻ്റെ നിയമനം തന്നെയാണ്. സർക്കാർ ശമ്പളം കൊടുക്കുന്നതെന്ന് പറഞ്ഞ അർത്ഥം ജനത്തിൻ്റെ പണം തന്നെ എടുത്ത് കൊടുക്കുന്നതാണ് അർത്ഥം. അതുകൊണ്ട് ആ ഒരു മനോഭാവം, മാനസാന്തരത്തിന് യോജിച്ച ഫലം ക്രിസ്ത്യാനികൾ വച്ചു പുലർത്തുകയാണെങ്കിൽ ഈ നാടിനെ ക്രിസ്ത്യാനികൾക്ക് മാത്രം നന്നാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ജ്ഞാനസ്നാനപ്പെട്ടതുകൊണ്ട് മാത്രം മാനസാന്തരം ഉണ്ടാകുന്നില്ല. ഇനി ഉണ്ടാകുന്ന മാനസാന്തരം ഒരുപക്ഷെ നൈമിഷികമായിട്ട് നിലനിൽക്കുന്നുണ്ടാകുകയുള്ളൂ. ചിലർക്ക് മാനസാന്തരപ്പെടും, ഒരു ധ്യാനമൊക്കെ കൂടി നന്നായിട്ട് വരും. പക്ഷേ 2 മാസം കൊണ്ട് എല്ലാം തീരും. മാനസാന്തരം എന്ന് പറയുന്നത് നടന്നിട്ടില്ല. അവിടെ ഒരു വൈകാരികമായ മാറ്റം മാത്രമേ ഉള്ളൂ. മാനസാന്തരം എന്ന് പറയുന്നത് എന്താണ്? മനസ്സിൻ്റെ അന്തരമാണത്. ഒന്നായിരുന്നത് മറ്റൊന്നായിട്ട് രൂപാന്തരപ്പെടുകയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ അടുപ്പിലേക്ക് വിറകാണ് വയ്ക്കുന്നത്. ആ വിറക് കത്തിക്കഴിയുമ്പോൾ അതൊരു പക്ഷെ ചാരമായിട്ട്, കരിയായിട്ട്, പുകയായിട്ടൊക്കെ മാറുകയാണ്. പിന്നെ അതിനെ ആദ്യത്തെ അവസ്ഥയിലേക്ക്, ആ തടിയുടെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അതാണ് അന്തരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാനസാന്തരം. ഇതുപോലെ തന്നെ ക്രൈസ്തവ വിശ്വാസികൾ, ജ്ഞാനസ്നാനപ്പെട്ടവർ
ഈ പശ്ചാത്താപത്തിൻ്റെ ചൈതന്യത്തിൽ അവരായിരിക്കുക, ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിലായിരിക്കുക, പിന്നെ അവരുടെ മുൻ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാതിരിക്കുക. പൗലോസ്ലീഹ നിരന്തരമായിട്ട് തൻ്റെ ലേഖനങ്ങളിലൂടെ ഈ കൊറിന്തോസിലെയും ഒക്കെ സഭകളെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യമാണിത്. നിങ്ങൾ മുമ്പ് എങ്ങനെയായിരുന്നു, അതിലേക്ക് നിങ്ങൾ തിരികെ പോകരുത്. പന്നി ഛർദ്ദിച്ചിട്ട് അത് വീണ്ടും തിന്നുകയാണെങ്കിൽ അങ്ങനെ അതിനെക്കൊണ്ട് എന്തിനു കൊള്ളാം? അത് എന്ത് തരം മാനസാന്തരമാണ്? അങ്ങനെയുള്ളൊരു മാനസാന്തരത്തിൻ്റെ ഫലമാണോ നമ്മൾ പുറപ്പെടുവിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണെന്ന് ഞാൻ കരുതുകയാണ്. മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി ജ്ഞാനസ്നാനം സ്വീകരിച്ച് ക്രൈസ്തവ സമൂഹത്തിൽ വന്നു കഴിയുമ്പോൾ അനുവർത്തിക്കേണ്ട ചില മാനദണ്ഡങ്ങളും ചില മനോഭാവങ്ങളുമുണ്ട്. അതാ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ ആണ്, സംശയമൊന്നുമില്ല കാര്യത്തിൽ. അപ്പോൾ യെരമ്യാ പ്രവാചകൻ 16:22 പറയുന്നത് പോലെ ഈ ദൈവത്തെ അറിയുക എന്നൊക്കെ പറയുന്നത് എന്താണ്? ഈ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ ഉണ്ടാവുക എന്നാണ്. മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ നമ്മൾ ജീവിതത്തിൽ കാണുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തെ കണ്ടു എന്ന് പറയാൻ കഴിയുക, ദൈവത്തെ അറിഞ്ഞു എന്ന് പറയാനായിട്ട് കഴിയുക. അങ്ങനെ ദൈവത്തെ അറിയുന്നവരാകണം നമ്മൾ ഓരോരുത്തരും. ഈ ക്രൈസ്തവ വിശ്വാസികൾ അനുഷ്ഠാനം, കേവലം കുറേ അനുഷ്ഠാനത്തിൻ്റെ ഉടമകളായിട്ട് അവശേഷിക്കേണ്ടവരല്ല, നേരെ മറിച്ച് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ടവരാണ്. അതിലൊരു ഫലമത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്, ഈ കൈക്കൂലി വാങ്ങുന്നവർ ഓർക്കുക, മാനസാന്തരപ്പെട്ട ഒരു ക്രിസ്ത്യാനി ഒരിക്കലും കൈക്കൂലി വാങ്ങില്ല, എന്തെല്ലാം സംഭവിച്ചാലും വാങ്ങുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ ലോകത്തെ വീണ്ടും ആ നഷ്ടപ്പെട്ടു പോയ പർദീസയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. വലിയൊരു ക്രൈസ്തവ സമൂഹം ഈ ലോകത്തിലുണ്ടായിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ? ഒരുപക്ഷെ നമുക്ക് പറയാമായിരിക്കാം, ഈ ലോകത്തിലെല്ലായിടത്തും വലിയ ക്രൈസ്തവ സമൂഹങ്ങളും പള്ളികളും ഒക്കെ ഉണ്ടെന്ന്. അതുകൊണ്ട് എന്താണ് അവിടെ ഈ മാനസാന്തരത്തിന് അനുയോജ്യമായ ഫലങ്ങളുണ്ടായത് എന്നുള്ളതാണ് ചോദ്യം. ആ സമൂഹത്തിൽ അതിന് മാറ്റങ്ങളുണ്ടാക്കാൻ കഴിഞ്ഞോ? ആ സമൂഹത്തെ വീണ്ടും ജീവിക്കാൻ യോഗ്യമായ ഒരു സ്ഥലമാക്കി മാറ്റാൻ ഈ ക്രൈസ്തവർക്ക് കഴിഞ്ഞോ? അത് കഴിയുമ്പോൾ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചു എന്ന് പറയുവാനായിട്ട് സാധിക്കുമായിരുന്നു. നമുക്കറിയാം, ആദിമ ക്രൈസ്തവ സഭയിൽ അതായിരുന്നു. അവിടെ മുതിർന്നവരായിരുന്നു ജ്ഞാനസ്നാനമൊക്കെ സ്വീകരിച്ച് വന്നിരുന്നത്. അവരിൽ പൊതുവായിട്ട് സമ്പത്തുകൾ വിതരണം ചെയ്യുന്നതിനെക്കുറിച്ച് നടപടി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവർ തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം ഈ നേതൃത്വത്തിൻ്റെ കാൽക്കൽ കൊണ്ടുവച്ചു പൊതുവായിട്ട് വീതിച്ചെടുത്ത് എല്ലാവരും അതിൽ ആവശ്യത്തിന് കൊടുത്തു. മാനസാന്തരത്തിൻ്റെ ഫലങ്ങളാണത്. മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ ധ്യാനങ്ങളൊക്കെ കൂടിയിട്ട് സ്വഭാവത്തിൽ മാറ്റം വന്നവർ, മാനസാന്തരപ്പെട്ടവർ, പിന്നെ അവരേതൊരവസ്ഥയിലായിരുന്നോ ആ അവസ്ഥയിലായിരിക്കുന്നവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന വലിയ പരിശ്രമങ്ങൾ, തങ്ങളുടെ എല്ലാം മാറ്റിവെക്കുന്നവർ, അതാണ് മാനസാന്തരത്തിൻ്റെ ഫലമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ മനസാന്തരം വന്നിട്ട് തൻ്റെ ചുറ്റുപാടുമുള്ള ആരോരുമില്ലാത്തവരെ, ഭക്ഷണം കഴിക്കാൻ കഴിവില്ലാത്തവരെ ഒക്കെ തൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് തന്നെ സഹായിക്കുന്ന മനുഷ്യർ, അതിനുവേണ്ടിയുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നവർ എത്രയോ പേരിന്ന് നമ്മുടെ ഈ കേരളത്തിന് പുറത്തുമുണ്ട്. അതാണ് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഈശോ പറഞ്ഞ ഇതാണ്, ഈ നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ അനുഷ്ഠാനങ്ങളിലല്ല ശ്രദ്ധ വയ്ക്കേണ്ടത്, പ്രത്യുത മാനസാന്തരത്തിൻ്റെ അതിന് യോജിച്ച ഫലങ്ങളിലാണ്. നമ്മളൊരു തരം മെയിൻ്റനൻസ് ചർച്ച് എന്ന് പറയും. ഇപ്പം മെയിൻ്റനൻസ് ചർച്ച് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നമ്മൾക്കുള്ളതിനെ പരിരക്ഷിച്ചുകൊണ്ട് പോവുക, അതിന് വിഘാതമായിട്ട് ഭീഷണിയായിട്ട് വരുന്ന എല്ലാത്തിനെയും തകർത്ത് കളയുക. അങ്ങനെ സ്വതന്ത്രമായിട്ട് സ്വന്തമായിട്ട് സുഖമായിട്ട് ഒരു കൊക്കൂടിനകത്ത് എന്നതുപോലെ അങ്ങനെ ജീവിക്കുന്ന ഒരവസ്ഥാവിശേഷം. അവിടെ യാതൊരു തരത്തിലുള്ള മാനസാന്തരവും നടക്കുന്നില്ല. നമുക്കറിയാം, നമ്മുടെ മക്കൾ ചെറുപ്പത്തിൽ അവർക്കൊന്നും അറിയാതിരുന്ന അവസ്ഥയിലാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചത്. എന്നിട്ട് അവരിൽ ഈ മാനസാന്തരം നടക്കുന്നുണ്ടോ? അവിടെയാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയൊരു പരാജയം പോലെ എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ യാന്ത്രികമായി ജ്ഞാനസ്നാനം സ്വീകരിച്ചു പിന്നെ അങ്ങ് ജീവിച്ചു പോവുകയാണ്. ഒരു ശരിക്കുള്ള മാനസാന്തരം അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന് അനുയോജ്യമായ ഫലങ്ങളും ഉണ്ടാകുന്നില്ല. അങ്ങനെ ഫലങ്ങളുണ്ടാകാത്ത അവസ്ഥയിൽ
അവരുടെ ക്രൈസ്തവ നിലനിൽപ്പിന് അർത്ഥമില്ലാത്തതായിത്തീരുന്നു. മറ്റുള്ളവരവരെ കുറ്റം പറയുന്നു. ഇന്ന് നമ്മൾ ഒരുപാട് ഭൗതികമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഭാരതത്തിൽ വിദ്യാഭ്യാസ രംഗത്ത്, ആതുര ശുശ്രൂഷ രംഗത്തൊക്കെ നമ്മൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ നല്ല രീതിയിൽ അതിനെ നല്ല അരൂപിയോടുകൂടി നമ്മൾ ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾക്ക് എന്ത് പറ്റി എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം മറ്റുള്ളവർ വളരെ സംശയദൃഷ്ടിയോടെ, വളരെ ഒരു നിഷേധാത്മകമായ ചിന്തയോടെ നോക്കിക്കാണുന്നു. കാരണം എന്താണ്? കാരണം ഇതാണ്, അത് നമ്മൾ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു, സ്വന്തമായ ലാഭത്തിന് വേണ്ടി ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ ഈ മാനസാന്തരത്തിന് വേണ്ട ഫലങ്ങൾ എല്ലാ തലങ്ങളിലും, അത് വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും ഒക്കെ തലങ്ങളിലുണ്ടാകണം. അത് നമ്മളുടെ ഇടവകകളുടെ ആ ഒരു ചിന്തയിലുണ്ടാകണം, സമർപ്പിത സമൂഹങ്ങളുടെ ചിന്തയിലുണ്ടാകണം, സംഘടനകളുടെയൊക്കെ ചിന്തയിലുണ്ടാകണം. അങ്ങനെ അവർ മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയുക. വെറുതെ ഇങ്ങനെ നിലനിൽക്കുകയല്ല, നേരെ മറിച്ച് ജീവിക്കാൻ കഴിയുക, ജീവനോടെ ആയിരിക്കാൻ കഴിയുക. അതല്ലാതെ നമുക്കൊരു ഏതൊരു സമൂഹവും ജീവിക്കുന്നത് പോലെ തന്നെ ജീവിക്കാനായിട്ട് കഴിയും. അത് ക്രൈസ്തവമായിട്ടുള്ള അർത്ഥത്തിൽ ജീവിതമല്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആ ജീവിതമാണ് നിത്യജീവിതം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യം വിസ്മരിക്കാതിരിക്കുക. പ്രിയമുള്ളവരെ, മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കുക. എല്ലാ ദിവസവും നമുക്ക് ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ പതിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെ, നമ്മുടെ വാക്കുകളെ, നമ്മുടെ മനോഭാവങ്ങളെ, പ്രതികരണങ്ങളെയൊക്കെ വിലയിരുത്തേണ്ടതുണ്ട്. നമ്മൾ ക്രൈസ്തവരാണെന്ന് അഭിമാനിക്കുന്നു, വലിയ സംഘടനാ പാഠവുമുള്ളവരാണെന്ന് അഭിമാനിക്കുന്നു. പക്ഷേ അത് വേറെ പലർക്കും പറ്റും. നേരെ മറിച്ച് മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നമുക്ക് മാത്രമേ ഒരുപക്ഷേ കഴിയുകയുള്ളൂ. കർത്താവ് നമ്മളെ അത്തരത്തിലുള്ള ഒരു മാനസാന്തരത്തിലേക്ക് നയിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.